ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും. ഇന്ന് നമ്മൾ പോകുന്നത് റാസൽ ഖൈമല ജബൽ ജയ്സ് മൗണ്ടൻ. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. നമ്മൾ ഏർലി മോർണിംഗ് 4:30 തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് അധികം ട്രാഫിക് ഇല്ലാണ്ട് അവിടെ എത്തുകയും ചെയ്യാം. ഒരു നല്ലൊരു വൈബും കിട്ടും മോർണിംഗിലെ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ മലയാടുകളും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ റോഡിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇരുട്ടായിരുന്നു മുഴുവൻ. നമ്മളവിടെ ഓൾമോസ്റ്റ് മുകളിൽ എത്തി റീച്ച് ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു വെളിച്ചം തന്നെ കിട്ടുന്നത്. ആ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ എത്തി രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു വലിയ തിരക്കുണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്തെല്ലാം കാണാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ ടെൻ്റ് അടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അതേമാതിരി പാർക്കിങ്ങും അവൈലബിൾ അല്ലായിരുന്നു. ഇത് നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ടൊക്കെയാണ് പാർക്കിംഗ് ഒക്കെ ചെയ്ത്. പിന്നെ നമ്മൾ വാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മുന്നോട്ട് എത്തിയത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് കുറച്ച് വാക്കിംഗ് ഉണ്ടായിരുന്നു. അറൗണ്ട് 2 കിലോമീറ്റേഴ്സ് മുകളിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ വണ്ടി കടത്തി വിടുന്നതല്ല. അങ്ങനെ വണ്ടി കൊണ്ടുപോകാം നമുക്ക്. പക്ഷേ അതിന് നമ്മളവിടെ ഹോട്ടലിൽ നമ്മൾ മിനിമം അഡൾട്ടിന് 100 ദിർഹംസ് സ്പെൻഡ് ചെയ്യണം. അത് മുൻകൂട്ടി നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. അതേമാതിരി അല്ലെങ്കിൽ സിപ്പ് ലൈനിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വണ്ടി കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് നടക്കാനായിട്ട്. പക്ഷേ രാവിലെ തന്നെ ആയതിൻ്റെ പേരിൽ നല്ലൊരു സീനിക് വ്യൂ ആണ്. നമുക്കത് കണ്ടുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഒരു ക്രൗഡും ഉണ്ടാവില്ല. ഈവൻ ഒരു 2-3 ഫാമിലി മാത്രമാണ് ആകെ മുകളിലോട്ട് നടന്നു പോയത്. അതുകൊണ്ട് തന്നെ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഫോട്ടോസും എല്ലാം എടുക്കാം. ഈ ഒരു വ്യൂസൊന്നും പലരും കണ്ടിട്ടുണ്ടാവില്ല. അതതിന് മുകളിലോട്ടാണ്. സിപ്പ് ലൈനാണ് ഏറ്റവും മുകളിലോട്ട്. പക്ഷേ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്ററും കൂടെ നമ്മൾ മുന്നിലോട്ട് നടന്ന് കയറണം. പക്ഷേ ആ ഒരു തണവായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷും ആയിരുന്നു. ഇപ്പോൾ കാണുന്ന നമ്മൾ ആ സിപ്പ് ലൈൻ്റെ ആ ഒരു ഇതാണ്. നമ്മളങ്ങോട്ട് കയറാൻ പറ്റിയില്ല നമുക്ക് ആക്ച്വലി. നല്ലൊരു അനുഭവമായിരുന്നു. ഇത് നമ്മുടെ ആ ഹോട്ടലിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഇവിടെ എത്തി നമ്മൾ അവിടെ ഒരു ടോയ്ലറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടോയ്ലറ്റൊക്കെ ക്ലോസ്ഡ് ആയിട്ട് വെച്ചേക്കായിരുന്നു. ആൾക്കാരുണ്ടായില്ല. കാരണം ഏർലി മോർണിംഗ് ആയിരുന്നല്ലോ. അറൗണ്ട് 7 o'clock നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും മുകളിലെത്തി. ഏറ്റവും മുകളിൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാക്സിമം നടന്നെത്താവുന്നൊരു ഇത്. അവിടെ നിന്ന് മുകളിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പക്ഷേ വളരെ അപൂർവമായിട്ടാണ്. നമ്മൾ മാക്സിമമാണ് എത്തിയത് ഒരുവിധം. ഹോട്ടലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഈ റാസൽ ഖൈമ മൗണ്ടൻ എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് അറൗണ്ട് 2000 മീറ്റർ ഹൈറ്റിലാണ്. യു എയിലെ ടോപ്പ് ഹയസ്റ്റ് മൗണ്ടനാണ്. അതിലത്തെ ഒരു വ്യൂസാണ് ഈ കാണുന്നത്. വളരെ സീനിക് വ്യൂ ആണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും. നമ്മൾ പല തവണ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ ഏർലി മോർണിംഗിൽ വന്നിട്ടുള്ളത് 1-2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. പക്ഷേ തീരെ ഒരു ബോറടിക്കാത്തൊരു ട്രിപ്പാണെന്ന് പറയാം എന്തായാലും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ്. അതേമാതിരി ഇവിടെ സംടൈംസ് എല്ലാ വർഷമല്ല, സ്നോ വീഴാറുണ്ട് ഇവിടെ. ഒരു 4 to 5 yearsൽ വൺസൊക്കെ ആയിട്ട് വീഴാറുണ്ട് ഇവിടെ. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ക്രൗഡായിരിക്കും.
1 hour അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിച്ചു. കാരണം രാവിലെ വരുമ്പോൾ തന്നെ ഇരുട്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മോളൊക്കെ ഇത്തിരി തളർന്നു നടന്ന് കയറിയതാണല്ലോ, അറൗണ്ട് 2 കിലോമീറ്റർ ഉണ്ടല്ലോ, ഇരിപ്പായി അവളങ്ങനെ. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തീരെ ക്രൗഡും ഇല്ല, ആൾക്കാരില്ല അവിടെ, അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമായിരുന്നു. ആരും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് ഫോട്ടോസും എടുത്ത് വർത്തമാനം പറഞ്ഞ് വരാം. നല്ല ഫോട്ടോസാണ്. നമ്മുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഫോട്ടോസ് അത്രയ്ക്കൊരു നല്ലതല്ലാത്തത്. ആക്ച്വലി എല്ലാം നല്ല ഫോട്ടോസായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ട്രിപ്പ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നതിൻ്റെ വീഡിയോസാണിത് കാണുന്നത്. ഇതൊന്നും നമുക്ക് വരുമ്പോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞ മാതിരി ഇരുട്ടായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു, സൂപ്പർ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അറൗണ്ട് ഒരു 9 o'clock ആയി തിരിച്ചിറങ്ങപ്പോൾ. അപ്പോൾ എല്ലാവരും വയ്യാണ്ടായി. ഏർലി മോർണിംഗ് 4 o'clock എണീറ്റ് പോകുന്നതാണല്ലോ. അപ്പോൾ ഇനി ചെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ചെറിയൊരു മയക്കത്തിലോട്ടാക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ആൾ.